ഹലോ, നല്ല നമസ്കാരം. വിടാമൂർച്ചി മക്കൾ തിരുമേനിയുടെ സംവിധാനത്തിൽ തല അജിത്തും തൃഷയും അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് വിടാമുയർച്ചി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ സിനിമ ഒരു മാതിരി അവിയൽ സിനിമ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നുള്ളി പിറക്കി എടുത്തു വച്ച തിരക്കഥ. ഒരു ഡാർക്ക് മൂവി ആണോ എന്ന് ചോദിച്ചാൽ ഡാർക്ക് മൂവിയാണ്, അല്ലോ എന്ന് വെച്ചാൽ അല്ല. ഒരു കാൻഡിൽ ഡാർക്ക് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്നും പറയാം. അങ്ങനെ ഒരു പരുവത്തിൽ ഒരു മാതിരി റീമേക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പല സിനിമകളിൽ നിന്നും റീമേക്ക് ചെയ്യുകയോ അതല്ല എങ്കിൽ കോപ്പി ചെയ്യുകയൊക്കെ ചെയ്യാം. ഈ കോപ്പി ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റൊന്നുമില്ല. പക്ഷേ ചില സിനിമകൾ കോപ്പി ചെയ്യുമ്പോൾ അതേപടി കോപ്പി ചെയ്യുകയോ അതല്ലെങ്കിൽ അതിൻ്റെ കഥാതന്തുവിനെ പ്രധാനമായിട്ടും ഇങ്ങോട്ട് എടുത്തിട്ട് ആ രീതിയിൽ തിരക്കഥയിൽ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ചില കോപ്പി ചെയ്യുന്ന സിനിമകൾ സക്സസ് ആകുകയുള്ളൂ. ഫസ്റ്റ് ഹാഫ് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ഡൗൺ സിനിമയുടെ അതേ സാധനത്തെ എടുത്തു വെച്ചുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന് പറയുക, കഥം ബൈ ബൈ ടാറ്റ, ആ ഒരു അവസ്ഥയാണ്. എന്താ പറയുക, ഒരുമാതിരി കച്ചടയാക്കി കളഞ്ഞു സെക്കൻഡ് ഹാഫ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും ഫ്ലോപ്പാകാനുള്ള ഒരു പ്രധാനമായ കാരണം. ഒരു സിനിമയെ കോപ്പി ചെയ്തിട്ട് മറ്റൊരു സിനിമ കൂടി ഇതിൽ ബ്ലെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് വരണം. പക്ഷേ അങ്ങനെ ചേരാത്തത് കൊണ്ട് മാത്രമാണ് സെക്കൻഡ് ഹാഫ് വെറും കച്ചടയായി പോയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓം പ്രകാശിൻ്റെ DOP സൂപ്പറായിട്ടുണ്ടെന്ന് വെച്ചാൽ വളരെയധികം സൂപ്പർ. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ സിനിമയുടെ നല്ലൊരു ഭാഗവും റോഡിലായതുകൊണ്ട്, ഇൻ്റർവെൽ വരെയും റോഡിലായതുകൊണ്ട് തന്നെ അതിൻ്റെ പല ഷോട്ടുകളും സൺ ഷോട്ടായിട്ട് അതോടൊപ്പം തന്നെ ലോങ് ഷോട്ട്, ഫേസ് ഷോട്ട്, അങ്ങനെ സ്പെഷ്യലായിട്ട് അതിൻ്റെ കാറിനകത്തുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ വളരെ ഗംഭീരമായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മിലൻ അദ്ദേഹത്തിൻ്റെ ആർട്ട് വർക്കും സൂപ്പറായിട്ടുണ്ട്. ഈ കാറിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതി, അതോടൊപ്പം തന്നെ ചില ഫൈനൽ കട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ വളരെയധികം ആർട്ടിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കും. ഒരു 3 പാട്ടുണ്ട്, കിടിലം പാട്ടുകളാണ്. ഒരു പാട്ട് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അവരുടെ കല്യാണത്തിൻ്റെ ആ പാട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇൻട്രോലിൻ്റെ മുമ്പ് തന്നെ 2 പാട്ട് അടുപ്പിച്ച് വരികയാണ്. ഒരു പാട്ടെന്ന് പറയുമ്പോൾ ഈ സിനിമയെ സ്റ്റോറിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് സമാധാനിക്കാം. പിന്നെ ലാസ്റ്റിലെ ഒരു പാട്ടാണ്, ആ പാട്ടിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആദ്യത്തെ 2 പാട്ടും ഓക്കെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പക്ഷേ അനിരുദ്ധിൻ്റെ മ്യൂസിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, അതൊന്നും തന്നെ ഈ സിനിമയെ സഹായിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ഇതിൻ്റെ മ്യൂസിക് കയറ്റി കൊടുക്കാൻ വേണ്ടി. സാധാരണ ഒരു സിനിമയിൽ നിന്നും വ്യത്യസ്തമാണ് ഈ സിനിമ. കാരണം ഒരു സാധാരണക്കാരൻ്റെ, ഒരു കോമൺ മാൻ്റെ ഒരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഇതിൽ വലിയ BGMോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ സിനിമയുടെ ആ ഫസ്റ്റ് ഹാഫ്. അതുകൊണ്ട് തന്നെ മാക്സിമം മ്യൂസിക് വളരെയധികം ആക്ഷൻ സീക്വൻസിൽ മാത്രമേ പുള്ളിക്കാരന് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത് അനിരുദ്ധിൻ്റെ ഒരു പ്രത്യേക കഴിവായിട്ട് എനിക്ക് തോന്നി. സുപ്രീം സുന്ദറിൻ്റെ ആക്ഷൻസ് വളരെയധികം മനോഹരമായിട്ടാണ്, സ്റ്റണ്ടൊക്കെ വളരെയധികം ഗംഭീരമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു സിനിമയിലും കാണാത്ത ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഇതിൽ റോപ്പ് കെട്ടിയിട്ടുള്ള ഊഞ്ഞാലാട്ടം പരിപാടിയൊന്നുമില്ല. ഒരു നാച്ചുറലായിട്ടുള്ള കുറേ ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ് ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് വീണ്ടും പറയാൻ തോന്നുന്ന ഒരു ആ കാറിനകത്തുള്ള ആക്ഷൻ സീക്വൻസ് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫൈനലിലെ ആ ഒരു ക്ലൈമാക്സിനെ അടുപ്പിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നല്ല ഒരു ആക്ഷൻ സീക്വൻസും വളരെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. പിന്നെ എടുത്തു പറയേണ്ടത് മേക്കപ്പ്. വളരെ മനോഹരമായിട്ട് തന്നെ ആണ് മേക്കപ്പും ചെയ്തിട്ടുള്ളത്.
സ്പെഷ്യലി പിന്നെ തൃഷയുടെയും അർജുൻ്റെയും അതോടൊപ്പം തന്നെ തലാജിത്തിൻ്റെയും ഒക്കെ വളരെയധികം നന്നായിട്ട് തന്നെ മേക്കപ്പ് ചെയ്ത് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ കല്യാണത്തിന് മുമ്പുള്ള ആ ഒരു സീക്വൻസും അതോടൊപ്പം തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും അത് കഴിഞ്ഞിട്ട് പ്രസൻ്റ്ലി ആയിട്ടുള്ള ആ ഒരു ഇതൊക്കെ നന്നായിട്ട് തന്നെ ഇത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. യൂത്തായിട്ട് തന്നെ തൃഷയെയും അജിത്തിനെയും പ്രസൻറ്റ് ചെയ്യാൻ മേക്കപ്പിലൂടെ നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അർജുൻ്റെ ആ ഒരു പിന്നെ സ്റ്റൈല്, അദ്ദേഹം ആക്ഷൻ കിങ് ആണ് എങ്കിൽ പോലും അദ്ദേഹത്തെ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റൈല് നല്ല ഹെയറൊക്കെ വളർത്തി അദ്ദേഹത്തെ പിന്നെ കളറൊക്കെ ചെയ്ത് നന്നായിട്ട് തന്നെ മേക്കപ്പിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന്. അജിത്തിനെ നന്നായിട്ട് തന്നെ മാർക്കറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ പരമോന്നതമായിട്ടുള്ള ബഹുമതി ലഭിച്ചതോടുകൂടി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉള്ള ഇതിൻ്റെ ഹോപ്പ് വളരെയധികം കൂടിയിട്ടുണ്ട്. പത്മഭൂഷൺ പോലുള്ള ബിരുദ് കിട്ടിയപ്പോൾ ഈ സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ പരമാവധി അത് വെച്ച് മാർക്കറ്റ് ചെയ്യാനൊക്കെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രം പാളിപ്പോയി എന്നെനിക്ക് തോന്നുന്നു. ആക്ടിങ് ബേസിൽ പിന്നെ തലാജിത്തിന് വളരെയധികം ബാക്കിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. ഈ സിനിമയിലെ പല രംഗങ്ങളും കണ്ടിട്ട്, പ്രത്യേകിച്ച് ഇമോഷൻസ് രംഗങ്ങളൊക്കെ അജിത്തിന് കൊണ്ട് കഴിയുന്നില്ല. വൈഫ് മിസ്കേജ് ആയി പോയി എന്ന് പറയുമ്പോൾ ഒരുമാതിരി ഈ പുളിപ്പുള്ള മാങ്ങ കടിക്കുന്നതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് പിന്നെ അജിത്തിൻ്റെ മുഖത്തൊക്കെ വരുന്നത്. അദ്ദേഹം ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ പുറകിലേക്കാണോ മുന്നിലേക്കാണോ പോകുന്നത് എനിക്കൊരു സംശയമുണ്ട്. ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഹിന്ദി സിനിമയ്ക്കകത്ത് സംഭവിച്ച എന്താണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ആ ഒരു അപചയം തമിഴ് സിനിമയ്ക്കകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അജിത്ത് ആയിക്കോട്ടെ, സൂര്യ ആയിക്കോട്ടെ, ഇവരൊക്കെ സിനിമയിലേക്ക് മടങ്ങി വരണമെന്നും അല്ലെങ്കിൽ അവരുടെ കംബാക്ക് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 2024 തമിഴ് സിനിമയിൽ എന്താണ് സംഭവിച്ചതോ, തമിഴ് സിനിമ വളരെയധികം കുപ്പുകുത്തി വീണു. അതേ ഒരു ഇത് ആണ് ഇപ്പോൾ 2025 തുടക്കത്തിൽ തന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തമിഴിൽ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഇവിടെയുള്ള പേര് കേട്ട സംവിധായകന്മാർ തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ പോയിട്ട് സിനിമ എടുത്തിട്ട് 8 നിലയിൽ പൊട്ടി തലമുണ്ടനം ചെയ്ത് പുള്ളിയും കുത്തി ഒക്കെ തിരിച്ചു വന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന ഒരു സാധനത്തെ രക്ഷപ്പെടണമെങ്കിൽ ഇതിന് കണ്ടന്റ് വളരെയധികം പ്രാധാന്യമാണ്. ആ കണ്ടന്റിന് പ്രാധാന്യം കൊടുക്കുക. സ്റ്റാർട്ടം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. സ്റ്റാർട്ടം നോക്കണം, പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ കണ്ടന്റിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഴയ സംവിധായകരെ കൊണ്ടെടുക്കുക. അതല്ല എങ്കിൽ പുതിയ തലമുറയിലുള്ള സംവിധായകന്മാരുടെ പരീക്ഷണങ്ങൾക്ക് വിധേയമായിരിക്കണം ഈ നടന്മാരെല്ലാം തന്നെ, പ്രത്യേകിച്ച് തമിഴ് സിനിമയിലുള്ള എല്ലാവരും. അല്ലെങ്കിൽ സിനിമ 8 നിലയിൽ പൊട്ടും. അതോടൊപ്പം തന്നെ ഈ പല നടന്മാരും വീട്ടിലിരിപ്പാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുക. സ്റ്റാർട്ടം നിലനിർത്തിക്കൊണ്ട് തന്നെ പിന്നെ കണ്ടന്റിന് പ്രാധാന്യം കൊടുത്ത് കൊണ്ടുവേണം സിനിമകൾ എടുക്കാൻ വേണ്ടി. അല്ല എങ്കിൽ ഈ സിനിമ 8 നിലയിൽ പൊട്ടും. OTTയിൽ വരുന്നത് വരെ ഒരുപക്ഷെ ഫാൻസുകാരെല്ലാം തന്നെ ഈ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് ഈ സിനിമ കാണും. പക്ഷേ സാമ്പത്തികമായിട്ട് വിജയിക്കുവാനോ അതല്ല എങ്കിൽ ഒരു ഹിറ്റിലേക്ക് ഉയരുവാനോ ഈ സിനിമയ്ക്ക് വളരെയധികം പ്രയാസമാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. ഇതൊരു മലങ്കൾട്ടാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ക്ഷമയുള്ളവർക്ക് ഒരു തവണ കാണാൻ കഴിയുന്ന ഒരു സിനിമ, അതിനപ്പുറം ഈ സിനിമയ്ക്കകത്ത് ഒരു കോപ്പവുമില്ല. അത്ര തന്നെ. താങ്ക് യു.